ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് വന്നേക്കണെന്ന് പറഞ്ഞല്ലേ ഗൈസ്, പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടെക് കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വിവോന്റെ ഒരു കിടിലൻ ഫോണുണ്ട്. കിടിലൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ ഫോൺ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. റിലീസ് ആയിട്ട് ഇപ്പോൾ കുറെ മാസങ്ങളായി. എല്ലാ യൂട്യൂബേഴ്സും അതിനെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ റിവ്യൂ ഇടാൻ ഞാൻ മറന്നുപോയി ഗൈസ്. ഐ എം റിയലി സോറി ഗൈസ്. ആ ഫോണിനെ പറ്റിയുള്ള ബെസ്റ്റ് ഫീച്ചേഴ്സും റിവ്യൂ ഒക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കാണാണ്ട് നേരെ വീഡിയോ കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോണ ഫോണാണ് വേറൊന്നുമല്ല, വിവോ X300 Ultra. ഓക്കെ, നിങ്ങളെല്ലാവരും ഇതിനെ പറ്റി അറിഞ്ഞാണ്. എല്ലാ യൂട്യൂബേഴ്സും ഇതിട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കണം ഗൈസ്, ഞാൻ വേറെ കുറെ റിലീസ് ആവാനുള്ള ഫോണിനെ പറ്റിയുള്ള തെരച്ചിലായതുകൊണ്ട് ഇതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് വീഡിയോ വരുന്നത്. ഐ എം റിയലി സോറി ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. വിവോ X300 Ultra ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഈ ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ എന്ന് പറഞ്ഞാൽ 6.82 ഇഞ്ചിന്റെ 2K LTPO AMOLED ഡിസ്പ്ലേ ആണ് ഗൈസ്. ഓക്കെ, നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. കുറച്ചും കൂടി വലിയ നല്ല ഡിസ്പ്ലേ ആണ്. കുറച്ചും കൂടി വലുതായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണാനൊക്കെ പറ്റും. പിന്നെ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. 2K ആണ്, നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും ഗൈസ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും കമ്പനി ചെയ്തിട്ടില്ല. പിന്നെ LTPO AMOLED ഡിസ്പ്ലേ ആണ്. അതാണ് ഇപ്പോഴത്തെ മിക്ക ഫോണുകളിലും വന്നത്. അത് നല്ലൊരു ഡിസ്പ്ലേ ആണ് ഗൈസ്. അത് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് എല്ലാ ഫോണുകളിലും വന്നതാണ്. ഇപ്പം എല്ലാ ഫോണുകളിലും വന്നുണ്ട്. അതാണ് നല്ല ഗൈസ്. അത് നല്ലൊരു ഡിസ്പ്ലേ കൊണ്ടാണ്. ഓക്കെ, അതാണ് ഗൈസ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 144 Hz ആണ് ഗൈസ്. 144 Hz ആണ് ഗൈസ് വിവോ X300 Ultra റിഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഗൈസ് ഈ ഫോണിൻ്റെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗൈസ് വേറെ ഒന്നുമല്ല, എല്ലാവരും മെയിനായിട്ട് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്. ചേട്ടാ ഈ ഫോണിന്റെ പ്രൊസസ്സർ എന്താന്ന് ഗൈസ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഈ ഫോണിന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്തായിരുന്നു ഗൈസ്, ഞാനും മറന്നു കേട്ടോ, സോറി ഗൈസ്. ഈ ഫോണിന്റെ പ്രൊസസ്സർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ഒക്ടാ-കോർ പ്രൊസസ്സർ. ഓക്കെ, അതാണ് ഗൈസ് വിവോ X300 Ultra പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്തായിരുന്നു? അയ്യോ ഗൈസ്, ഞാനും മറന്നോണം വേണ്ട. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ഒക്ടാ-കോർ പ്രൊസസ്സർ. ഓക്കെ, അതാണ് ഈ ഫോണിന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് അടിപൊളി പ്രൊസസ്സറാണ്. ഇപ്പം സാംസങ്ങിന്റെ ഫോണുകളിലും ആയാലും മിക്കലും ഈ സ്നാപ്ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഈ പ്രൊസസ്സറാണ് വരുന്നത്. ഇപ്പം പല ഫോണുകളിൽ ഈ പ്രൊസസ്സർ വരുന്നുണ്ട്. ഈ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ പ്രൊസസ്സറാണ്. ഇതെല്ലാ ഫോണുകളും വന്നാൽ അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കര പവർഫുൾ ആണല്ലോ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഗൈസ് പ്രൊസസ്സർ കഴിഞ്ഞാൽ ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ ആണ് ഗൈസ്. ഈ ഫോണിൽ വന്നേക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ Android 16 ബേസ്ഡ് ഓൺ വിവോ കസ്റ്റം OS ഒറിജിൻ OS 6. ഓക്കെ, അതാണ് ഗൈസ് ഒറിജിൻ OS 6 എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് ഗൈസ് വിവോ X300 Ultra എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് അവരങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഞാൻ നൈസായിട്ട് അങ്ങോട്ട് കീച്ച് ചെയ്യല്ലോ ഗൈസ്. ഓക്കെ, അതാണ് ഗൈസ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ ബാറ്ററിയാണ്. ഈ ഫോണിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 6600 mAh ഒരു ബാറ്ററിയാണ് ഗൈസ്. ഓക്കെ, 6600 mAh ഒരു ബാറ്ററിയാണ് ഈ ഫോണിൽ വന്നത്. അത് അടിപൊളി നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല ബാറ്ററി കപ്പാസിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് ബാറ്ററി കഴിഞ്ഞാൽ എന്തായിരുന്നു? ബാറ്ററി കഴിഞ്ഞാൽ ഗൈസ് എല്ലാവരുടെയും ഒബ്വിയസ് ആയിട്ടുള്ള ചോദ്യം ആയിരിക്കും ചാർജർ. ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഈ ഫോണിന്റെ ചാർജർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 40 വാട്ടേ വന്നുള്ളൂ. ഓക്കെ, അതെനിക്ക് കുറച്ച് വിഷമം വന്നു പോയി. 40 വാട്ട് എന്നൊക്കെ കുറവാണ്. കാരണം മിക്ക ചില ഫോണിലൊക്കെ 100 വാട്ടൊക്കെ 120 വാട്ടൊക്കെ ചാർജർ വന്നിട്ട്. അപ്പോൾ വിവോ ഇങ്ങനെ കാണിച്ചതിലേക്ക് ചെറിയൊരു വിഷമമുണ്ട്, ഒരു ചെറിയൊരു മടിപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല, സീനില്ല. ഓക്കെ, ഈ ഫോണിന്റെ ചാർജർ 40 വാട്ടിന്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് ആണ് ഗൈസ്. ഓക്കെ, 40 വാട്ടിന്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ് ആണ് ഈ വിവോ X300 വന്നത്. ഓക്കെ, ചാർജിങ്. പിന്നെ ക്യാമറ ഗൈസ്. ക്യാമറ എന്ന് പറഞ്ഞാൽ കുറച്ച് എടുത്തു പറയണം ഗൈസ്. ക്യാമറ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, 50 MP ഫ്രണ്ട് സെൽഫി ക്യാമറ ഉണ്ട്. ഓക്കെ, പിന്നെ 14 MP അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. 200 MP മെയിൻ റെയർ ക്യാമറ ഉണ്ട്. 200 MP ടെലിഫോട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഫോണിന്റെ ക്യാമറ എന്ന് പറയുന്നത്. നല്ല കിടിലൻ ക്യാമറ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അടിപൊളി ക്യാമറ തന്നെയാണ് ഇത്. ഈ ക്യാമറ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് നല്ല ക്ലാരിറ്റി ഉണ്ടാവും വീഡിയോസിന്. കാരണം 200 MP ഒക്കെയാണ് മെയിൻ റെയർ, പിന്നെ ടെലിഫോട്ടോ ഒക്കെ. അപ്പോൾ നല്ല നിങ്ങൾക്കൊന്ന് ഉദ്ദേശിച്ചാൽ മതി, നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് വേണമെങ്കിൽ വേറെ ഇതിന്റെ വീഡിയോസ് ഉണ്ടാവില്ല വിവോ X300 Ultra വീഡിയോസ് ക്യാമറ ക്വാളിറ്റി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ ചിലവന്മാർ കമന്റ് ഒന്ന് പറയും വെറുതെ പറഞ്ഞതൊക്കെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഞാൻ സത്യസന്ധമായിട്ട് പറയാറുള്ളൂ. ഓക്കെ, പിന്നെ ഗൈസ് ക്യാമറ കഴിഞ്ഞ് പിന്നെ ഗൈസ് ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഈ ഫോണിലും ഹെഡ്ഫോൺ ജാക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വന്നില്ല. എന്താണ് ഈ ഹെഡ്ഫോൺ ജാക്ക് വരാത്ത സെപ്പറേറ്റ് ആയിട്ട്? അതാണ് എൻ്റെ വിഷമം. അതാണ് ഗൈസ്, മോഡേൺ ഫോണുകളൊന്നും വന്നില്ല. അത്
ഇപ്പം നിങ്ങളെ കണ്ടോണ്ടിരിക്കണം, ഞാനിപ്പോൾ എടുക്കണം എൻ്റെ ഒരു ഫോണിലാണ് റെഡ്മിയുടെ. ഈ ഫോണിൽ സെപ്പറേറ്റ് ആയിട്ട് ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. പുതിയതായിട്ട് ഇറങ്ങണം, ഇത് പഴയ ഫോൺ, ഇപ്പോൾ 7 കൊല്ലമായി. പുതിയതായിട്ട് ഇറങ്ങണം ഒരു ഫോണിലും സെപ്പറേറ്റ് ഒരു ഹെഡ്ഫോൺ ജാക്ക് ഇല്ല ഗൈസ്. ഓക്കെ, പിന്നെ പക്ഷേ ഫേസ് ഐഡിയും ഫിംഗർ പ്രിന്റ് ലോക്കൊക്കെ ഉണ്ട്. പിന്നെ IP68 69 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിൻ്റെ മെയിൻ ഓഫ് ദ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. എല്ലാം നല്ല അടിപൊളി കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ അവസാനത്തെ എന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ പ്രൈസ് ആണ് ഗൈസ്. ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,59,999 രൂപ, 1,59,999 വെച്ചാൽ 1,60,000 രൂപ, ₹1 വ്യത്യാസം. 1,60,000 റൗണ്ട് ഫിഗർ കൂട്ടിക്കോ. 1,60,000 ഫോൺ ബെസ്റ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ പറയും ഗൈസ് വെറുത്താണ്. കാരണം നല്ല കീഴിലും ക്യാമറയുടെ നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അടിപൊളി തന്നെയാണ്. അതൊക്കെ ക്യാമറ ആയിക്കോട്ടെ, പിന്നെ പ്രൊസസർ ആയിക്കോട്ടെ, എല്ലാം അടിപൊളി തന്നെ. എനിക്ക് എന്തായാലും ഫോൺ എസ്പെഷ്യലി ഫോൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി വാങ്ങേണ്ടതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞേക്കാൻ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് ഷോപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്ത് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ വിവോ X300 അൾട്രേൻ്റെ കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സും റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നത്. ഫോൺ എന്തായാലും അടിപൊളി ഫോണാണ് ഗൈസ്, അത് എനിക്ക് പറയാനുള്ളൂ. അടിപൊളി ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, പിന്നെ അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ വീണ്ടും വരിക. ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്.